കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റിലായിരുന്നു എൻ്റെ ബാക്ക് പെയിനുമായി സംബന്ധിച്ചിട്ട്. അഹല്യ ഗ്രൂപ്പിൻ്റെ കീഴിലുള്ള അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ആൻഡ് ഹോസ്പിറ്റലായിരുന്നു ട്രീറ്റ്മെൻറ്റ്. ഭാഗ്യവശാൽ എനിക്ക് നല്ല ഒരു ഡോക്ടറെയും കിട്ടി, നല്ലൊരു ഫിസിയോതെറാപ്പിസ്റ്റിനെയും കിട്ടി. എൻ്റെ ചികിത്സ വളരെ നല്ല രീതിയിൽ തന്നെ എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിന് അഹല്യ മെഡിക്കൽ ഗ്രൂപ്പിനോടുകൂടി നന്ദി രേഖപ്പെടുത്തുന്നു. കൂടാതെ ഇവിടുത്തെ സ്റ്റാഫ്, അത് നഴ്സിംഗ് സ്റ്റാഫായാലും ശരി, അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫായാലും ശരി, അവരെല്ലാം തന്നെ നല്ല രൂപത്തിലാണ് എന്നോട് സഹകരിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല രൂപത്തിൽ രോഗികളെ ശ്രദ്ധിക്കുകയും എല്ലാ ദിവസവും രാവിലെ വന്ന് നമ്മുടെ ഫീഡ്ബാക്കുകൾ സ്വീകരിക്കുകയും നമ്മുടെ കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ അത് അവർ സ്വീകരിക്കുകയും ചെയ്യുന്ന രൂപത്തിലായിരുന്നു അവരുടെ പ്രവർത്തനം. ഈ ആയുർവേദിക് മെഡിക്കൽ കോളേജിൻ്റെ 2 സവിശേഷതകൾ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒന്നാമതായി, ഈ ആയുർവേദ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കുന്ന ചൂർണമായാലും ലേഹ്യമായാലും കഷായമായാലും അല്ലെങ്കിൽ ബാക്കിയുള്ള ഏത് രൂപത്തിലുള്ള എണ്ണ ആയാലും ശരി, എല്ലാം തന്നെ ഈ ആയുർവേദ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നവയാണ്. ഒന്നും തന്നെ പുറത്തുനിന്ന് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് ഒരു സവിശേഷത. രണ്ടാമത്തെ സവിശേഷത പറയുമ്പോൾ ഏക്കറോളം സ്ഥലമുള്ള ഒരു പ്രദേശത്താണ് ഈ മെഡിക്കൽ കോളേജ് നടക്കുന്നത്. ഇവിടെ മെഡിക്കൽ കോളേജ് കൂടാതെ ഫാർമസിക്കായാലും ശരി, മെഡിക്കൽ കോളേജ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആയുർവേദിക് മെഡിക്കൽ കോളേജാണ്. അതുകൂടാതെ ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജായാലും ശരി, MBA-ക്കാർക്കായാലും ശരി, ഗ്രേഡ് KG 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്കായാലും ശരി, ആ രൂപത്തിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും വിദ്യാഭ്യാസ സൗകര്യങ്ങളും ഉള്ള പ്രദേശമാണ്. ആ പ്രദേശത്തിനൊരു കനിവ് അല്ലെങ്കിൽ അതിനൊരു ഗുണം ഉണ്ടാകുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രകൃതി രമണീയമായ ഏക്കറോളം സ്ഥലം എന്നുള്ളതാണ്. ഹെറിറ്റേജ് വില്ലേജ് കൂടി ഇവിടെയുണ്ട്. എന്തുകൊണ്ടും നമ്മൾ ഓരോ പ്രവാസികളായാലും ശരി, ഇവിടുത്തെ പാലക്കാട് നിവാസികളായാലും ശരി, അവരെല്ലാം ആലോചിക്കേണ്ടത് ഇത്തരത്തിലുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ളൊരു പ്രസ്ഥാനം ഈ പാലക്കാട് ജില്ലയിലുണ്ടെന്നും അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നാം ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയും ഈ അഹല്യ മെഡിക്കൽ കോളേജിൽ, ആയുർവേദിക് മെഡിക്കൽ കോളേജിൽ വരണമെന്നാണ് ഓരോരുത്തരോടും എനിക്ക് അഭ്യർത്ഥിക്കുവാനുള്ളത്. നമസ്കാരം.